സദ്ഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മൾ അവലോകനം ചെയ്തത് സഗരനെ പറ്റിയുള്ള ആ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ചുഞ്ചുജനായ സുദേവന നന്ദനഞ്ചിതനാം ഭാരുഖ്യാഖ്യമഹീപതി തൽപൃഥ്വീശതനേജൻ ബാഹുകൻ അപൃഥ്വീശനു പുത്രൻ സഗരനോ ചക്രവർത്തീന്ദ്രൻ സഗരമഹീപതി മുഷ്കരനായി ആദിശക്തനായി മേവിനാൻ. അങ്ങനെ നമ്മള് ഭാരുകന്റെ പുത്രൻ ബാഹുകൻ, ബാഹുകന്റെ പുത്രൻ സഗരൻ എന്ന് പറഞ്ഞു. ഈ ബാഹുകന്റെ രാജ്യം, അദ്ദേഹം രാജ്യഭരണം നടത്തുന്ന കാലത്ത് ഒരിക്കല് ബാഹുകന്റെ രാജ്യത്തെ ശത്രുക്കള് അപഹരിച്ചു. ബാഹുകൻ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയും കൊണ്ട് പെട്ടെന്ന് വനത്തിലേക്ക് പോയി, വനത്തിൽ പ്രവേശിച്ചു. വൃദ്ധനായ ബാഹുവൻ കുറച്ചു കാലം കാട്ടിൽ ജീവിച്ചു. ശേഷം കാട്ടിൽ വെച്ച് അദ്ദേഹം തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ഭർത്താവ് മരിച്ചതറിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം വന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭർത്താവിനോടൊപ്പം തന്നെ ജീവനെ ആഹൂതി ചെയ്യാൻ ആരംഭിക്കുന്നത് കണ്ടിട്ട് അന്ന് വനത്തിലുണ്ടായിരുന്ന ആ ഋഷീശ്വരന്മാരെല്ലാം കൂടെ അവരെ നിർബന്ധപൂർവ്വം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവരെ ആചാര്യ മര്യാദകളോടുകൂടി ആ ഋഷീശ്വരന്മാരെല്ലാം കൂടി അവരെ കൊട്ടാരത്തിലെത്തിച്ചു. അവര് ഗർഭിണിയായിട്ട് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ ബാഹുകന് മറ്റു ഭാര്യമാര് വേറെയും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെ ഉള്ളിൽ ഒരു അസൂയുണ്ടായി. കാരണം ഈ പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും പിന്നെ രാജ്യം ഭരിക്കുക, ഈ അമ്മയായിരിക്കും പിന്നെ രാജപത്നിയുടെ പദവിയിൽ മറ്റ് പദവിയോടുകൂടി ജീവിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഇവരെല്ലാം കൂടെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചിട്ട് ആഹാരത്തിൽ വിഷം ചേർത്ത് ഈ അമ്മയ്ക്ക് കൊടുത്തു. കാരണം ഈ കുട്ടി ഇല്ലാതാവാനായിട്ട്. ഗരം എന്ന് പറഞ്ഞാൽ വിഷമെന്നാണ് അർത്ഥം. പക്ഷേ ഈശ്വരന്റെ നിയോഗത്തെ തടുക്കാൻ സാധിക്കില്ലല്ലോ. ആ വിഷം ഉള്ളിൽ ചെന്നെങ്കിലും ആ കുട്ടി ജനിച്ചു. വിഷത്തിന് ഗരം എന്ന് പറയും. ആ വിഷത്തോടുകൂടി അന്നത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മരിക്കാതെ ജീവിച്ച് ജനിച്ചതുകൊണ്ട് സഗരൻ എന്നാക്കി അദ്ദേഹത്തിന്റെ പേര്. ഗരത്തോടു കൂടിയവൻ, വിഷത്തോടു കൂടിയവൻ, സഗരൻ. ആ സഗരൻ വളരെ ശക്തിമാനായ ഒരു ക്ഷത്രിയനായിരുന്നു. വളരെ വിശേഷപ്പെട്ട ശക്തിയോടും മറ്റ് ജ്ഞാനങ്ങളോടും കൂടിയ ഒരു മഹാത്മാവായി അദ്ദേഹം ജീവിച്ചു. മുഷ്കരനായി അതിശക്തനായി മേവിനാൻ താലജംഘന്മാരെ കൊന്ന് രണാജിരേ കാലേ പരിഭവം തീർത്തോ മേവിടിനാൻ. ഈ സഗരന്റെ പുത്രന്മാരാണ് സാഗരം സൃഷ്ടിച്ചത്. സഗര നരപതി തനയർ എന്നെ വളർക്കയാൽ സാഗരം എന്നു പേര്. നമ്മള് രാമായണം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് സാഗരത്തെ സൃഷ്ടിച്ചത്. എന്തായിരുന്നാലും സഗരൻ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് ഔർവൻ എന്ന മഹർഷി, ച്യവന മഹർഷിയുടെ പുത്രനാണ് ഔർവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കുതിരയുടെ മുഖമാണ്, ഒരു പെൺകുതിരയുടെ മുഖം മാതിരിയുള്ള ഒരു മുഖസ്വരൂപത്തോടു കൂടിയവനാണ് ഔർവൻ. ഈ ഔർവനെയാണ് ഇദ്ദേഹം ഗുരുവായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ സഗരൻ ചക്രവർത്തിയായിട്ടിരിക്കുമ്പോൾ നാടിന്റെ പല ഭാഗത്തും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ദുഷ്ടതകള്, അധർമ്മം നടത്തുന്ന പലരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഔർവൻ എന്ന തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ ബാഹുബലം കൊണ്ട് എല്ലാരെയും നിശേഷം അദ്ദേഹം ഇല്ലായ്മ ചെയ്തു. താലജംഘന്മാർ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ക്ഷത്രിയരായിട്ട് അവര് ക്ഷത്രിയരായിട്ട് അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് താലജംഘന്മാര്. അവരെ എല്ലാം കൊന്നു. യവനന്മാർ എന്ന് പറയുന്ന ഒരു മ്ലേച്ഛ വിഭാഗമുണ്ടായിരുന്നു, അവരെയും കൊന്നു. പിന്നെയോ ശകൃതന്മാര്, ഹൈഹയന്മാര്, ബർബരന്മാര്,
തുടങ്ങിയ കുറെയേറെ അധാർമികരായിട്ടുള്ള മ്ലേച്ഛരായിട്ടുള്ളവര് അവരെയൊക്കെ ഇദ്ദേഹം കൊല്ലുകയും ചെയ്ത് കൊന്ന് അദ്ദേഹം ചക്രവർത്തിയായി തീർന്നു. താരജംഘന്മാരെ കൊന്നുരണാജിരെ കാലേ പരിവം തീർത്തുമേ വേടിനാൻ. അങ്ങനെയുള്ള സാഗര മഹീപതി അങ്ങ് കുതൂഹലാൽ വേട്ടാൻ ഇരുവരെ. സഗരന് 2 ഭാര്യമാരുണ്ടായിരുന്നു. മംഗലാഭാംഗിയാം കേശിനിയും പുനരെ അങ്കനാരത്നോ സുമതിയുമിങ്ങിനെ എന്നവരിൽ അസമഞ്ജസൻ എന്നവൻ നാരീമണിയായ കേശിനി നന്ദന പാരിൽ 60,000 ബാലരെ താരാർക്കുഴലി സുമതി പെറ്റിടിനാൻ. സകല മഹാരാജാവ് 2 പേരെ വിവാഹം കഴിച്ചു, സുമതിയും കേശിനിയും. സുമതിക്ക് ഏതാണ്ട് 60,000 പുത്രന്മാരുണ്ടായി. അവരെല്ലാം ഭസ്മീകൃത കപില മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കപില മഹർഷിയുടെ കോപത്താൽ ഭസ്മീകൃതരായി പോവുകയും ചെയ്തു. കേശിനിയുടെ പുത്രനാണ് അസമഞ്ജസൻ എന്ന ആ വ്യക്തി. താരാർക്കുഴലി സുമതി പെറ്റിടിനാൾ. പുത്രരും ഭക്തിയും മിത്രസമ്പത്തിയും വിക്രമശക്തിയും വർദ്ധിച്ച് ശത്രുക്കളെ നീയേ നിത്യവോ ഉത്തമ കൃത്യാൽ പശുദ്വിജാതി പ്രജരക്ഷയും ശിക്ഷയോ ചെയ്തു രാജ്യത്തെയും നന്നായി രക്ഷിച്ചു. നാനാ പ്രജകളാൽ പൂജ്യനായി തുഷ്ടനായി വാഴുന്ന നാളവനങ്ങുടൻ അശ്വമേധത്തിനായി കൊണ്ടൊരും പെട്ടളവ് അശ്വമാകന്ത കട്ടിടിനാൻ ഇന്ദ്രനോ. സദ്യ കുതിരയെ അരാഞ്ഞു നിരന്തരം ഉത്സാഹം ഉൾക്കൊണ്ട 60,000 പുത്രനും കൂടി നടന്ന് അവനീതരമത്രൈവ കേവലമൊക്കെ കുഴിച്ചുടൻ ചെന്ന് പാതാളം ഉൾപ്പൊക്കു നോക്കും വിധോ മുന്നേ സമാധിസ്ഥനായിരുന്നിടിന ശ്രീ കപിലാചാര്യ സന്നിധിയെങ്കിലങ്ങ് ആപൂരവേഗേന കെട്ടി കുതിരയും പോയാൻ അമരേന്ദ്രൻ എന്നതറിയാതെ ഭൂയ സകരസുതന്മാർ സവിദ്രുതം ചെന്ന് യോഗീന്ദ്രോ ഉപദ്രവിച്ചിടിനാൻ. അന്നേരമുണ്ടായ ഗോപാൽ മുനീന്ദ്രനും കണ്ണും മിഴിച്ചു തൃക്കൺപാർ തരുളിനാൽ വെണ്ണീര വീണുപോയാർ നൃപപുത്രനോ. വൃത്താന്തമാകന്ത കേട്ടു സകരനും ചിത്തി പരിതാപം ഉൾക്കൊണ്ടിരിക്കുമ്പോൾ പുത്രതനയനാമം ശുമാൻ ചെന്നുടനെത്രയും ദിവ്യനായുള്ള കപിലനെ കണ്ടു തൊഴുതു സേവിച്ച് സന്തുഷ്ടനായിക്കൊണ്ട് കുതിരയോ കൊണ്ടിങ്ങു പോന്നുടൻ മുത്തച്ഛനായി കൊണ്ടു നൽകിനാൻ ആദരാൽ. കേശിനിയും സുമതിയും 2 ഭാര്യമാരോടുകൂടി സകല മഹാരാജാവ് പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടി രാജ്യഭാരം ചെയ്ത് ശരിയായ രീതിയിൽ ശിക്ഷാമാർഗങ്ങളെയും എല്ലാം വ്യക്തമായ ധാരണയോടുകൂടി സർവശ്രേഷ്ഠനായി രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, അശ്വമേധ യാഗം ചെയ്യണമെന്ന്. 100 അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രനാകാം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതാണ് ഈ അശ്വമേധയാഗമൊക്കെ ഇന്ദ്രൻ മുടക്കുന്നതിന്റെ പിന്നിലുള്ള ചരിത്രം. തനിക്ക് പദഭ്രംശം സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം, തന്റെ നിലനിൽപ്പ് തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ആ ഒരു ഭയം. അപ്പൊ എന്തായാലും സകല മഹാരാജാവ് അശ്വമേധത്തിനായിട്ട് എല്ലാം തയ്യാറായി. അതിന്റെ മുന്നോടിയായിട്ട്, യാഗത്തിന്റെ മുന്നോടിയായിട്ട് കുതിരയെ അഴിച്ചുവിട്ടു. അശ്വമേധം കാരണം അത്
ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ആരാലും നിരോധിക്കപ്പെടാതെ തിരിച്ചെത്തുമ്പോൾ ഈ അശ്വം തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ എതിർക്കുന്നവരാരുമില്ല, താൻ അജയ്യനാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കുതിരയെ അഴിച്ചുവിടുന്നത്. എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ അശ്വമേധയാഗത്തിന്റെ ആരംഭം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനു മുന്നിലും പല അശ്വമേധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ഇങ്ങനെ ഒരു തടസ്സവുമില്ലാതെ നിർവിഘ്നം അശ്വമേധം ചെയ്തു പോയാൽ തനിക്ക് തടസ്സമാകും, തന്റെ സ്ഥാനഭ്രംശം ഉണ്ടാകും, തന്റെ പദം നഷ്ടമാകുമെന്ന് മനസ്സിലായ ഇന്ദ്രൻ കുതിരയെ കട്ടുകൊണ്ടുപോയി. സകല ചക്രവർത്തി തന്റെ പുത്രന്മാരോട് പറഞ്ഞു, സുമതിയുടെ മക്കള് 60,000 പേരുണ്ട്, കുതിരയെ ആരാഞ്ഞു വരാൻ പറഞ്ഞു. അവര് ഈ ഭൂമി മുഴുവനും തിരഞ്ഞു, ഊർധ്വഭാഗങ്ങളിലും ഒക്കെ അന്വേഷിച്ച് എങ്ങും കുതിരയെ കണ്ടില്ല. പിന്നെ അവർക്ക് തോന്നി പാതാളത്തിലൊന്ന് പോയി അന്വേഷിച്ചാലോ. അങ്ങനെ അവരെല്ലാവരും കൂടി പാതാളത്തിലേക്ക് പോകാൻ പല ഭാഗത്തായിട്ട് കുഴിച്ച് പാതാളത്തിലേക്ക് പോയി. അവരാ കുഴിച്ചതാണ് പിന്നീട് സാഗരമായിട്ട് മാറുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കുഴിച്ച് പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കുതിരയെ കണ്ടു. ആ കുതിരയുടെ അടുത്ത് തന്നെ ഒരു മഹാത്മാവ് ധ്യാന നിരതനായിട്ടിരിക്കുന്നുണ്ട്. അതേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ തന്റെ അച്ഛന്റെ യാഗപശുവിനെ കട്ടുകൊണ്ടുപോന്ന് അതിനെ ഒരിടത്ത് നിർത്തി തങ്ങൾ തേടി വന്നപ്പോൾ ഒരു പോലെ തപസ് ചെയ്യുന്നവനാണ് എന്ന് കണ്ടുകൊണ്ട് ഇവരെല്ലാവരും ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചെന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. ചിലർ അദ്ദേഹത്തിന്റെ ചെവിക്ക് പിടിച്ചു വലിച്ചു, ചിലർ ദാടിയിൽ പിടിച്ചു വലിച്ചു, അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചും കൈകളിൽ പിടിച്ചും അദ്ദേഹത്തെ അങ്ങ് ഉപദ്രവിക്കാൻ തുടങ്ങി. ധ്യാനനിരതനായിരുന്ന അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ 60,000 പേരും അവിടെ ഭസ്മമായിട്ട് പോയി. അവരറിഞ്ഞില്ല ഇന്ദ്രൻ ചെയ്ത ഒരു വേലയാണിത്. ഇന്ദ്രൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ കപിലമുനിയുടെ ആശ്രമാന്തരീക്ഷത്തിൽ കുതിരയെ കെട്ടിയിട്ട് അദ്ദേഹം മുങ്ങിക്കളഞ്ഞു. കുതിരയെ മോഷ്ടിച്ചത് കപിലമുനിയാണ് എന്നുള്ള ചിന്തയിലാണ് ഈ സകരപുത്രന്മാർ അദ്ദേഹത്തോട് അടുത്തത്. അദ്ദേഹത്തിന്റെ ആ കോപം, ശരിക്കും പറഞ്ഞാല് കപില മഹർഷിയുടെ കോപം കൊണ്ടല്ല ഇവര് മരിച്ചത്. കപില മഹർഷി സാഖ്യയോഗത്തിന്റെ ആചാര്യനായിട്ട് നമ്മള് ഇതിനു മുന്നിൽ അദ്ദേഹത്തെ കണ്ടതാണ്. ലോകത്തില് സന്തോഷത്തെ നൽകുന്ന തന്റെ ദർശന സ്പർശനങ്ങളെ കൊണ്ട് ലോകത്തിൽ കല്യാണത്തെ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ ദിവ്യാത്മാവിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല, ഇവരെ കൊല്ലാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ശുദ്ധ സാത്വിക സ്വരൂപിയാണ്. അദ്ദേഹത്തിന്റെ ദർശന സ്പർശനം കൊണ്ട് ലോകം പരിശുദ്ധമാക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ ആ പാദസ്പർശം കൊണ്ട് ലോകം തന്നെ പരിശുദ്ധമാക്കുന്ന അങ്ങനെയുള്ള വർദ്ധിച്ച മഹാത്മ്യത്തോടു കൂടിയ ആ മഹാത്മാവിന് കോപാത്മക സ്വരൂപത്തെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെങ്കിൽ അദ്ദേഹം കോപം അജ്ഞാനത്തിന്റെ ഭാഗമാണ്. സാഖ്യം എന്ന് പറഞ്ഞാല് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സംഖ്യാപരം എന്നാണ്. പക്ഷെ സാഖ്യം എന്നുള്ളതിന് ജ്ഞാനം എന്നാണ് അർത്ഥം. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗമാണ്. ആ ജ്ഞാനയോഗത്തിന് ചില ന്യൂമറിക്കൽ വിശേഷമുള്ളത് കൊണ്ട് സാഖ്യയോഗം എന്ന് പറയുന്നെങ്കിലും ശരിക്കും നമ്മുടെ ഗ്രന്ഥത്തില് സാഖ്യം എന്ന് പറയുന്നതിന് ജ്ഞാനം എന്ന അർത്ഥമാണ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മള് സ്കൈ എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുമെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ എവിടെയൊക്കെ സ്കൈ അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നതോ അവിടെയൊക്കെ സ്പേസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെയും. അപ്പൊ ഇദ്ദേഹം സാഖ്യയോഗാചാര്യനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോപാത്മക സ്വരൂപം സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിലെ ഇന്ദ്രൻ ഈ സകലപുത്രന്മാരുടെ ജ്ഞാനത്തെ അപഹരിച്ചിരുന്നു. ജ്ഞാനം പോയി കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനമായി. അപ്പോ അവരുടെ ആ പാപകർമ്മം അവർക്ക് നാശത്തിന് കാരണമായി. ജ്ഞാനം പോയാൽ അജ്ഞാനം, അജ്ഞാനത്തിന്റെ ലക്ഷണം അവിവേകം, അവിവേകത്തിന്റെ ഫലം നാശം. ഇതാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കപിലമുനിയുടെ ശാപമാണ്, കോപമാണെന്ന് പറയുന്നതിലുപരി ഇവരുടെ അജ്ഞാനമാണ് ഇവരുടെ നാശത്തിന് കാരണമായതെന്ന്
നമ്മുടെ ഭഗവാൻ വേദവ്യാസൻ ഭാഗവത്തിൽ പ്രതിപാദിക്കുന്നു. ഭഗവാൻ എഴുത്തച്ഛൻ അത് പ്രതിപാദിക്കുന്നില്ല എന്നില്ലെങ്കിൽ കൂടി. അപ്പൊ എന്തായാലും ഈ പുത്രന്മാര് 60,000 പോയി. കാലം കൊണ്ട് ഇദ്ദേഹം ഈ വാർത്ത അറിഞ്ഞു, തന്റെ പുത്രന്മാരെല്ലാം നഷ്ടമായി എന്ന്. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴ് അദ്ദേഹത്തിന്റെ അസമഞ്ജസൻ എന്ന പുത്രനുണ്ട്. ആ പുത്രൻ അദ്ദേഹത്തിന്റെ മകനാണ് അംശുമാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൗത്രനോട് പറഞ്ഞു തന്റെ കുതിരയെ ആരാഞ്ഞു വരികയെന്ന്. ഇദ്ദേഹം പോയിട്ട്, അംശുമാൻ പോയിട്ട് പാതാളത്തിൽ നോക്കി, എല്ലാ ദിക്കിലും തിരഞ്ഞ് അവസാനം പാതാളത്തിലെത്തി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഋഷീശ്വരനെ കണ്ടു. എന്ന് മാത്രമല്ല, തന്റെ നഷ്ടമായ ജ്യേഷ്ഠന്മാർ 60,000-ന്റെയും വിഭൂതിയായ ആ ശരീരാംശത്തെ കണ്ടു, ചിതാഭസ്മം. കപില മഹർഷിയെ കണ്ട് ദണ്ഡുപോലെ വീണ് പ്രണാമം ചെയ്തു, സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആ മഹാത്മാവിനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്മാർക്ക് പറ്റിപ്പോയ തെറ്റ് അങ്ങ് ക്ഷമിക്കണം. അങ്ങ് അവർക്ക് ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാനുള്ള മാർഗത്തെയും എനിക്ക് ഉപദേശിച്ചു തരണം. എന്റെ അച്ഛന് നഷ്ടമായ യാഗപശുവിനെയും അങ്ങയുടെ നിറഞ്ഞ അനുഗ്രഹത്താൽ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. കപിലമുനി പറഞ്ഞു, ശരി, കുതിരയെ കൊണ്ടുപോയിക്കോളൂ. ഇവര് അജ്ഞാനം കൊണ്ടാണ് ഭസ്മമാകേണ്ടി വന്നത്. അത് തമോ ഗുണമാണ്. അതിനെന്തു വേണം? ജ്ഞാനമുണ്ടാകണം. ഇവരുടെ ഈ അസ്ഥി അത് ജ്ഞാന ഗംഗാ പ്രവാഹം കൊണ്ട് സംശുദ്ധമാകും. ഗംഗാജലം കൊണ്ട് തർപ്പണം ചെയ്താൽ ഇവർക്ക് ശുദ്ധിയുണ്ടാകും എന്ന് പറഞ്ഞു. ഇവർക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കണ്ടീഷനോടുകൂടി കപില മുനി കുതിരയെ കൊടുത്തു. അത് കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കുകയും ചെയ്തു ഈ പൗത്രൻ. അങ്ങനെ കുതിരയും കൊണ്ടുപോന്നുടൻ മുത്തച്ഛനായി കൊണ്ടു നൽകിനാൻ. ആദരാൽ സത്രവും ശേഷമാകന്ത സാധിപ്പിച്ചാൻ. എത്രയും നല്ല ഗുണമുള്ള പുത്രനിങ്ങത്ര പൗത്രനിങ്ങത്ര രാജ്യാഭിഷേകവും ചെയ്തു ഭൂവരൻ. അങ്ങനെ ആ അശ്വത്തെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി ആ പൗത്രനെ രാജ്യാഭിഷേകമൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ രാജ്യാഭിഷേകവും ചെയ്തു ഭൂവരൻ മുക്തനായി. അംശുമാൻ വാണോരനന്തരം മുക്തി പിതൃക്കൾക്കു സാധിപ്പതിന് അവൻ ഗംഗയെ സേവിച്ച അനേക സംവത്സരം സംഘവും ഒന്നെങ്കിലും നീയെ സന്തതം നിന്നു കാലം കഴിച്ചാൻ. ഇദ്ദേഹം അംശുമാൻ രാജ്യഭാരം ഏറ്റെടുത്തു. കുറെ കാലം രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന്റെ ചിന്ത തന്റെ ജ്യേഷ്ഠന്മാർക്ക് പിതൃക്കൾക്ക് മുക്തി കിട്ടിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. അദ്ദേഹം രാജ്യഭരണം ചെയ്തുകൊണ്ടുകൂടി സർവസംഘ പരിത്യാഗിയായി മാറി. അദ്ദേഹം ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തു. ഏറെക്കാലം തപസ് ചെയ്ത് എങ്കിൽ കൂടിയും ഗംഗാദേവി പ്രത്യക്ഷയായില്ല. എന്നു മാത്രമല്ല, അംശുമാന് അദ്ദേഹത്തിന്റെ കാലം കഴിച്ചു കൂട്ടേണ്ടിയും വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനെ രാജാവാക്കിയിട്ടാണ് കാലം കഴിച്ചു കൂട്ടിയത്. പുത്രൻ അഭിഷേകം ചെയ്തു. സംഘവും ഒന്നിങ്കല നീയേ സന്തതമോ നിന്നു കാലം കഴിച്ചാൻ. അവൻ തന്നുടെ നന്ദനായ ദിലീപൻ മഹീപതി ധർമ്മേണ രാജ്യവും രക്ഷിച്ചിരുന്നു.